ഈ പാലക്കാട് പമ്പ് ഡീസൽ KSRTC ഡിപ്പോയിൽ പമ്പ് പൊളിച്ചിട്ട് ഇപ്പോൾ 2.5 വർഷമാവുകയാണ്. അപ്പോൾ അത് ബസ് പുറത്തുനിന്നാണ് ഇപ്പോൾ ഡീസൽ. നമ്മളിപ്പോൾ റീറ്റെയിൽ പമ്പ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടി അവരായിട്ടുണ്ട്, അവരുടനെ പണി തുടങ്ങും. അപ്പോൾ അവിടെയുള്ള പ്രശ്നം വെച്ചാൽ നടുവിലൊരു ടോയ്ലറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടോയ്ലറ്റിനെ അവർ ആദ്യം സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ പബ്ലിക് വളരെ വിഷമിക്കും. അപ്പം ഞാനവിടെ പാലക്കാട് പോകുന്നുണ്ട് ഒരാഴ്ച തന്നെ. അപ്പോൾ അതങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അവരൊരു സൈഡിലേക്ക് ടോയ്ലറ്റ് ഷിഫ്റ്റ് ചെയ്താണ് പമ്പിൻ്റെ പണി തുടങ്ങുന്നത്. ഇല്ല, അത് ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി നഷ്ടം കുറയ്ക്കാം, ഇനി നമുക്ക് ചിലവുകൾ കുറയ്ക്കാം, ഇനി നമുക്ക് നഷ്ടങ്ങൾ കുറയ്ക്കാം എന്നുള്ളതല്ലാതെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഓരോ ദിവസവും KSRTCയിലെ ചിലവ് കുറയ്ക്കാനുള്ള പരമാവധി ശ്രമിച്ചുകൊണ്ട് ചിലവ് കുറയ്ക്കുകയല്ല വേറെ മാർഗ്ഗമില്ല. KSRTCയിലെ ജീവനക്കാർക്ക് 80 കോടി രൂപ ശമ്പളം കൊടുക്കുകയാണ്. KSRTCയിലെ ടെമ്പററി ജീവനക്കാർ വാങ്ങുന്ന ശമ്പളം 9,40,00,000 രൂപയാണ് ഒരു മാസം. ഇത് താങ്ങാൻ പറ്റുന്നതല്ല KSRTCയിൽ സ്ഥിരം ജീവനക്കാരുള്ളപ്പോൾ ടെമ്പററിക്കാർ 9,40,00,000 രൂപ വാങ്ങിയത് താങ്ങാൻ പറ്റുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. അതായത് 400, ഇപ്പോൾ ഉദാഹരണത്തിന് 400 ഡ്രൈവറെ ആവശ്യമുണ്ട് നമുക്ക്. 470 ഡ്രൈവർമാർ വെറുതെ ഇരിപ്പുണ്ട്, ഒരു ജോലിയും ചെയ്യാതെ മറ്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണ്. ആ പണി പറ്റില്ല. എല്ലാവരും ഫീൽഡിൽ പോയാൽ ഈ ഡെയിലി വേസുകാരെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മാക്സിമം KSRTC ജീവനക്കാരുണ്ട്. സ്ഥിരം ജീവനക്കാരുള്ളപ്പോൾ 45 വണ്ടിക്ക് ഒന്ന് ന്യായമാണ്. 45 വണ്ടിക്ക് ഒരു ഷണ്ടിങ് ഡ്രൈവർ എത്ര വണ്ടി ഷണ്ട് ചെയ്യും? നിങ്ങളിപ്പോൾ പരിശോധിക്കുക, മാധ്യമങ്ങളെല്ലാം ഡിപ്പോയിലും കയറി പരിശോധിക്കുക. ഉദാഹരണത്തിന് പത്തനാപുരത്ത് 41 വണ്ടി, 35 വണ്ടിക്ക് ഒരു ഷണ്ടിങ് ഡ്രൈവർ, അടുത്ത 6 വണ്ടിക്ക് വേറെ ഷണ്ടിങ് ഡ്രൈവർ. ഇത് ജോലിയായിരിക്കാനുള്ള പരിപാടിയാണ്, അത് അനുവദിക്കത്തില്ല. എല്ലാവരും ജോലിക്ക് പോകണം. അല്ല, അത് വേറെ സ്റ്റേഷനിൽ നിന്ന് അടിച്ചു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കും. ചിലവ് കുറയ്ക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന താല്പര്യം പോലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്. കാരണം നമുക്ക് സ്വന്തമായി പമ്പ് ഇപ്പോൾ തൃശ്ശൂർ അടിക്കാം, വേണമെങ്കിൽ മിന്നൽ ബസ്സിന് തൃശ്ശൂർ അടിക്കാതെ പാലക്കാട് നിന്ന് പുറത്തുകൊണ്ട് ഈ പമ്പിൽ നിന്ന് അടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന് പേര് നടപടിയെടുക്കും. അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ കാര്യത്തിനും മന്ത്രി വിളിക്കണം, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ വിളിക്കണം എന്ന് പറയുന്നത് വളരെ മോശമാണ്. കാരണം അവർ ചിന്തിക്കണം, ഇതിൻ്റെ 1 രൂപയെങ്കിലും നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് എൻ്റെ ജോലിയാണെന്ന് അവർ തയ്യാറാവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അവർ പ്രപ്പോസൽ അയക്കണം, ഇവിടെ പൈസ കൂടുതലാണ്, നമുക്ക് തൃശ്ശൂരിൽ നിന്ന് അടിക്കാം, അല്ലെങ്കിൽ അടുത്ത് നമുക്ക് പമ്പുള്ള സ്ഥലത്ത് നിന്ന് അടിക്കാം എന്ന് പറയേണ്ടത് ആരാണ്? ഞാനാണോ അവരാണ്? ഇപ്പോൾ നിങ്ങൾ എൻ്റെ ശ്രദ്ധപ്പെടുത്തി, ഇപ്പോൾ തന്നെ ആക്ഷൻ എടുക്കും. ഈ അടുത്ത അരമണിക്കൂറിനുള്ളിൽ ആക്ഷൻ എടുക്കും. ഇനി അടിക്കില്ല. പക്ഷേ ആര് ശ്രദ്ധയിൽപ്പെടുത്തണം? ആരാണ്? നിങ്ങളല്ല ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, ഈ ഉദ്യോഗസ്ഥന്മാരാണ്. അവരതിലെന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കണം. 1-ാം തീയതി ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞ്, ഒരുമിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തു. 1-ാം തീയതി ശമ്പളം അതെല്ലാം അറേഞ്ച് ചെയ്തത് സർക്കാരാണ്. അപ്പോൾ ഇതിനി രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കേണ്ടത് ആരാണ്? അവരാണ്. ഞാൻ ഒരു ജോലിയും ചെയ്യാതെ 45 വണ്ടി നോക്കിക്കൊണ്ടിരിക്കും ഒരു ഷണ്ടിങ് ഡ്രൈവറായിട്ട്, എന്നാൽ സർവീസിന് പോകില്ല എന്നുള്ളതാണ് വേറൊരു അന്യായം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നടക്കുന്നൊരു അന്യായം. ലൈനിൽ പോകുന്ന ഡ്രൈവറും കണ്ടക്ടർക്കും ജോലിക്ക് പോയാൽ മാത്രമേ ശമ്പളമുള്ളൂ. എന്നാൽ അലസമായി റിസർവേഷൻ കൗണ്ടറിലും പിന്നെ ഇല്ലാത്ത കൺസെഷനിൽ ഇരിക്കുന്നവർക്ക് 365 ദിവസം ശമ്പളമുണ്ട്. ഈ ട്രെയിനിൽ പോകുന്ന കഷ്ടപ്പെടുന്ന ഡ്രൈവറും കണ്ടക്ടറും ഇല്ലേ? ഇപ്പോൾ 2 തരം ഡ്രൈവറും 2 തരം കണ്ടക്ടറും ഉണ്ട് ഇതിനകത്ത്. സ്വാധീനമുള്ളവനും ഇല്ലാത്തവനും എന്നുള്ള അതില്ല. ഇനി അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ഈ ലൈനിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഈ തിക്കിനും തിരക്കിനിടയിൽ ഈ വെയിലത്ത് ചൂടും അനുഭവിച്ച് വേർപ്പും ഒഴുക്കി കഷ്ടപ്പെട്ട് KSRTCക്ക് പൈസ പിരിച്ചുകൊണ്ട് വരുന്ന ഡ്രൈവറും കണ്ടക്ടർക്കും ജോലിക്ക് വരുന്ന ദിവസമേ ശമ്പളമുള്ളൂ. ഇത് ഞാൻ പറയുന്ന ദിവസവേതനക്കാരെക്കുറിച്ചല്ല, സ്ഥിരം ജീവനക്കാരെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാം പൂട്ടി. ഇനി മൊത്തം അടച്ചിട്ട് എല്ലാം ഓൺലൈനാക്കും, ലൈവാണ്. നിങ്ങളുടെ എല്ലാ മൊബൈൽ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആപ്പുകൾ വഴി കയറി ബുക്ക് ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വരെ ഇനി ബുക്ക് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റം വരുത്തും. അതൊക്കെ വെറുതെ പറയുന്നില്ല. അങ്ങനെ പ്രൈവറ്റ് ബസ്സുകാരെ ഇവിടെ ശത്രുക്കളൊന്നുമില്ലല്ലോ. പ്രൈവറ്റ് ബസ്സുകാരെ ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ബസ് KSRTC നമ്മുടെ സർക്കാർ ഈ ബഡ്ജറ്റിൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ടാക്സ് കുറച്ച് കൊടുത്തു. എന്തിനെന്നാൽ മാക്സിമം പ്രൈവറ്റ് ബസ്സുകൾ വരണം, കുറച്ചുകൂടി പ്രൈവറ്റ് ബസ്സുകൾ വരണം. KSRTC ഓടാത്ത മേഖലകളിൽ പ്രൈവറ്റ് ബസ് വരണം. 503 റൂട്ടുകൾ പ്രൈവറ്റ് ബസ്സിന് വേണ്ടി ഇപ്പം നമ്മൾ നോട്ടിഫൈ ചെയ്യാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് ബസ്സുകൾ വരണം, അതിൻ്റെ നികുതി വേണം, അതിൽ തൊഴിൽ കിട്ടണം, എല്ലാം വേണം. ജനങ്ങൾക്ക് വണ്ടി കിട്ടണം. അതിനകത്ത് ഈ ആവശ്യമില്ലാത്ത കാര്യം വേണ്ട. എനിക്ക് പ്രൈവറ്റ് ബസ്സിൽ ഞാൻ ഒരാളെയും സഹായിക്കുന്ന ആളല്ല, അങ്ങനെ വഴിവിട്ട് സഹായിക്കുന്ന ആളല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അത് ചെയ്യില്ല.